കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ആദ്യം മോചിപ്പിച്ച 3 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത്. 2023 ഒക്ടോബർ 7-നായിരുന്നു ഇസ്രായേലിനെതിരെ ഹമാസ് സായുധ സംഘത്തിന്റെ ആക്രമണം. ജനുവരി 15-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിക്കുകയും ഇന്നലെ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതേസമയം ഹമാസ് മോചിപ്പിച്ച 3 പേരും ഇന്നലെ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയ യുവതികളെ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 9:30-നാണ് ഇസ്രായേൽ അതിർത്തിയിലെത്തിച്ചത്. തുടർന്ന് ടെൽ അവീവിലെത്തിക്കുകയായിരുന്നു. ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയ വാർത്ത അറിഞ്ഞതോടെ ഇസ്രായേൽ ആഹ്ലാദ പ്രകടനങ്ങളും നടത്തി. വെടിനിർത്തലിനു പിന്നാലെ തകർന്നടിഞ്ഞ നാട്ടിലേക്ക് പാലസ്തീൻകാരുടെ കൂട്ടപ്രവാഹവും. തിരിച്ചെത്തിയവർ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥനയും നടത്തി. സൈന്യം ഒഴിഞ്ഞുപോയ പട്ടണങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നഷ്ടമായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ചിലർ. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിന്റെ ഉന്നത നേതാക്കളടക്കം 46,000-ൽ പരം പാലസ്തീൻകാരികളാണ് കൊല്ലപ്പെട്ടത്. 1 ലക്ഷം അധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്തു. അതേസമയം ഗാസയിലെ യുദ്ധത്തിൽ 400 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ കണക്കു. ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുവർ രാജിവെച്ചു. ഓട്സ്മ യഹൂദിത് പാർട്ടി നേതാവാണ് രാജിവെച്ച ഇറ്റാമർ. വെടിനിർത്തൽ കരാർ ഹമാസിന് മുന്നിലുള്ള കീഴടങ്ങലാണെന്ന് ആരോപിച്ചായിരുന്നു രാജി.